Hey guys, welcome back to another video. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് കേരളാസ് ഫസ്റ്റ് സ്റ്റേജ് 3 ട്യൂൺ ചെയ്തേക്കുന്ന പോളോയാണ്. ഇതിന് മുന്നേ നമ്മൾ പോളോസ് കുറേ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വണ്ണാണ് ക്ലെയിം ചെയ്തേക്കുന്നത് സ്റ്റേജ് 3 ട്യൂൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ വണ്ടിക്കകത്തിലോട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് സ്റ്റേജ് 3 റീമാപ്പാണ് വരുന്നത്. ഇതിന് ടെർബോ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ടെർബോയുടെ പൈപ്പിങ്ങും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്, ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം നല്ല മോഡിഫിക്കേഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് ഇതിൽ കൂടുതലും ചെയ്തിരിക്കുന്നത്. എസ്തെറ്റിക് പരമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും പെർഫോമൻസ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഹേയ് ബ്രോ, ബ്രോ വെൽക്കം. നമ്മുടെ കാറിൻ്റെ ഓണറാണ് ബ്രോ. അപ്പം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം വണ്ടീനെ പറ്റി. ബ്രോനെ പറ്റി. ഞാൻ ജ്യോതിർ മഹാദേവ്, കണ്ണൂരിൽ നിന്നാണ്. ഇത് പോളോ 1 ലിറ്റർ TS ആണ് വണ്ടി. ഓക്കെ, എന്നാണ് വണ്ടി എടുക്കുന്നത്? 1 ഇയറായി. 1 ഇയറായി. അപ്പോൾ ഇതിന് മുന്നേ ഏതൊക്കെ വണ്ടികളായിരുന്നു ബ്രോ ഓൺ ചെയ്തിരുന്നത്? ഞാൻ സ്വിഫ്റ്റ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, എന്ത് പറ്റി അപ്പോൾ പോളോയിലേക്ക് സ്വിച്ച് ചെയ്യാൻ? ടർബോ വെഹിക്കിൾ യൂസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം മുന്നോട്ട് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വന്നിരുന്നത് ഇതായിരുന്നു, പോളോ തന്നെയായിരുന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് വണ്ടി എടുത്തു കഴിയുമ്പോൾ എന്താ ആദ്യം ചെയ്തത്? ആദ്യം ചെയ്തത് ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തു, സ്റ്റേജ് 2 ചെയ്തു. ഫസ്റ്റ് തന്നെ അതാണ് ചെയ്തത്. അപ്പോൾ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇതേപോലെ ട്യൂൺ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി എടുക്കുന്നത്? അതെ. കാരണം സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് സിറ്റുവേഷൻ കാരണം പറ്റിയില്ല. അടുത്ത വെഹിക്കിളിൽ ചെയ്യാന്നുള്ള രീതിയിലോട്ടാണ് വന്നത് എടുക്കുന്നതിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് സ്റ്റേജ് 2 ആയിരുന്നു ചെയ്തത്. അപ്പോൾ സ്റ്റേജ് ചെയ്തപ്പം എത്രയായിരുന്നു പ്രൈസും കാര്യങ്ങളൊക്കെ? എക്സോസ്റ്റ് നമ്മൾ ജാപ്റ്റൂണിൽ ചെയ്തത് ഓൾമോസ്റ്റ് 55 ആയി. ഓക്കെ, അത് വിത്ത് വാലോട്രോണിക് ആണ് വരുന്നത്. മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ചെയ്തത്. പിന്നെ മാപ്പ് റെഡ് ബാൻഡ് റേസിങ്ങിൻ്റെ ആയിരുന്നു. അത് സ്റ്റേജ് 2+ തന്നെ. ഫസ്റ്റ് ലൈഡ് എന്ന് പറഞ്ഞ മാപ്പാണ് ചെയ്തത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് 25 ആണ് ആയത് കോസ്റ്റ്. പിന്നെ ഫിൽറ്റർ അത് സെമി കോൾഡ് എയർ ഇൻടേക്ക് BMCയുടെ ഡയ എന്ന് പറയും, അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രോ, അപ്പോൾ എപ്പോഴാണ് കാസിൻ്റെ ഒക്കെ പാഷൻസ് തുടങ്ങുന്നത്? ചെറുതിലെ മുതലേ പകുതി സിനിമയെന്നൊക്കെ കണ്ട് ഒരു ക്രൈസ് ഉണ്ടായിരുന്നു. ബൈക്സിനോട് പൊതുവേ ഇല്ല, കാരണം പാരൻസ് സമ്മതിക്കില്ല. അങ്ങനെ കാർസിലോട്ട് തന്നെ എത്തി. അപ്പോൾ ഇതായിരുന്നു ഒരു ഡ്രീം കാർ ഉള്ളത്? പല ഐഡിയാസ് ഉണ്ടായിരുന്നു മനസ്സിൽ, പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ചെയ്തത് തന്നെയാണ്. എന്ത് പറ്റി സ്വിഫ്റ്റിന് സ്വിച്ച് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ടെർബോ ഉള്ള വെഹിക്കിൾ യൂസ് ചെയ്യണമെന്നായിരുന്നു? അതെ, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് അപ്പോൾ ഇതിലേക്ക് എത്തിയത്. അതെ. നോർമലി പോളോയ്ക്കുള്ളൊരു ചീത്തപ്പേര മെയിൻ്റെനൻസ് കുറച്ച് നല്ല കോസ്റ്റ്ലിയർ ആണെന്നും അങ്ങനെയൊക്കെ എന്താണ് അഭിപ്രായം? ഇല്ല, 15,000 കിലോമീറ്റർ കൂടുമ്പോൾ മാത്രമല്ലേ സർവീസും കാര്യങ്ങളും മെയിൻ്റെനൻസ് വരുന്നുള്ളൂ. അതെന്തായാലും 1 ഇയർ അല്ലെങ്കിൽ അതിന് മുന്നേ 6 months ഒക്കെ എന്തായാലും എടുക്കും. ആ ടൈം കൊണ്ട് നോർമലി സാധാരണ വണ്ടികൾക്കൊരു 5,000 അല്ലെങ്കിൽ 10,000 ആകുമ്പോൾ സർവീസ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പ്രൈസൊക്കെ സെയിം ആണ് വരുന്നത്. നോർമലി 6,000 എല്ലാ സർവീസ് ഇതും ചാർജ് ചെയ്യുമ്പം 15,000 ചാർജ് ചെയ്യുന്ന വലിയ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചീപ്പർ തന്നെയാണ്. ചീപ്പർ തന്നെയാണ്. ബ്രോ, അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ പെർഫോമൻസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും? ശരിക്കും പറഞ്ഞാൽ ഞാനിവിടുന്ന് ബാംഗ്ലൂരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്, അതായത് കണ്ണൂരിൽ നിന്ന്. അപ്പോൾ അത് കുറച്ച് അങ്ങനത്തെ ഒരു പ്രദേശമൊക്കെ ആയതുകൊണ്ട്, അങ്ങനത്തെ ഒരു റോഡ്സൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇനീഷ്യലൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. മൈലേജ് ഇല്ല, അങ്ങനത്തെ റോഡൊക്കെ നമുക്ക് കിട്ടുന്നില്ലൊന്നും. ഫസ്റ്റ് സെക്കൻഡ് ഗിയർ തന്നെ നമുക്ക് എന്തായാലും പോകണം, ബുദ്ധിമുട്ടായിരുന്നു. മാപ്പ് ചെയ്തതിന് ശേഷമാണ് അതിൽ നിന്ന് ഓക്കെ ആയത്. അപ്പോൾ ഇനിഷ്യലി നല്ല പിക്കപ്പ് ഉണ്ട്? നല്ല പിക്കപ്പ് ഉണ്ട്. ഓക്കെ, അതാണ് ഇപ്പം എടുത്ത് ചോദിക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ടോർക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ കിട്ടുന്നുണ്ട്. പിന്നെ ടോപ്പ് എൻഡും അതേപോലെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ബ്രോയോട് സജഷൻ ചോദിക്കുവാണെങ്കിൽ ബ്രോ എന്ത് പറയും? ഉറപ്പായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഓൾറെഡി ടർബോ ചാർജർ വെഹിക്കിൾ ആയതുകൊണ്ട് എന്തായാലും 25 to 30% ഗെയിൻ എന്തായാലും കിട്ടും സ്റ്റേജ് 2 ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ. ഇനിയിപ്പോൾ 1+ ആണെങ്കിൽ പോലും നല്ലൊരു പവർ പിക്കപ്പ് എന്തായാലും കിട്ടും. ഏറ്റവും നല്ലത് ചെയ്യുന്നത് തന്നെയാണ്. നമ്മളോടൊന്ന് കേശവ് ബ്രോ ഉണ്ട്, ജാപ്റ്റൂൺസിലെ. ഓൾറെഡി നമ്മുടെ വീഡിയോസിനകത്തൊക്കെ ഉണ്ട്, നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വീഡിയോസിനകത്തും പിന്നെ ജാപ്റ്റൂൺസിൽ നമ്മൾ നെലമോഡ സിറ്റിയുടെ ചെയ്തായിരുന്നല്ലേ. അപ്പം ബ്രോ, ഇത് കൈ കിട്ടി കഴിയുമ്പം എന്തായിരുന്നു ഓണറിൻ്റെ റിക്വയർമെൻറ്റും കാര്യങ്ങളൊക്കെ? ഇത് ഇനീഷ്യലി വന്നത് സ്റ്റേജ് 2 ചെയ്യാനായിട്ടാണ് വണ്ടി വന്നത്. നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ സ്റ്റേജ് 2 ആണ് ചെയ്തത്. ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്, എയർ ഇൻടേക്ക്, പിന്നെ സ്റ്റേജ് 2 മാപ്പാണ് നമ്മൾ ചെയ്തത്. പിന്നെ ലോവറിങ് സ്പ്രിങ്സും ചെയ്തിരുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഇനീഷ്യലി പെർഫോമൻസ് ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്തിരുന്നത്.
പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ചുകൂടി ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു റേസ് ഇവൻ്റ് ഓടിച്ചു വണ്ടി. ഒരു ഡ്രാഗ് റേസിൽ തേർഡ് ചെയ്തിരുന്നു. അതെവിടെയായിരുന്നു? അത് കോയമ്പത്തൂർ കരിമോൾ സ്പീഡ് വേയിൽ KMS സ്പീഡ് ഫെസ്റ്റിന് തേർഡ് ഉണ്ടായിരുന്നു കാറ്റഗറിയിൽ. 2000cc കാറ്റഗറിയിലാണ് വരിക വണ്ടി. അപ്പോൾ അതിൽ തേർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ കുറച്ചും കൂടി പവർ പുഷ് ചെയ്യാം, ഇനി ഡ്രാഗ് ഇവൻറ്റ്സ് ഒക്കെ ഒന്നും കൂടി ഒന്ന് ഓടിക്കണം, അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പോഡിയം കിട്ടണം എന്നുള്ളൊരു ഐഡിയയിലാണ് ഞങ്ങൾ ജ്യോതിർ അങ്ങനെയാണ് വന്നിട്ട് പിന്നെ നമുക്ക് സ്റ്റേജ് 3 ചെയ്താലോ എന്നുള്ള പ്ലാനിലായിട്ട് വരുന്നത്. അപ്പോൾ അധികം ആരും കേരളത്തിൽ ഇതിപ്പോൾ ഫസ്റ്റ് വണ്ടിയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് അധികം റിഫറൻസുകളൊന്നുമില്ല. ഇന്ത്യയിൽ ഈ ഒരു ടെർബോ യൂസ് ചെയ്യണ വോക്സ്വാഗൻ ഫാമിലിയുടെ ടെർബോ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഹൈബ്രിഡ് ഒന്നല്ല. അപ്പോൾ അതൊരു ഫസ്റ്റ് ടൈം ചെയ്യുന്ന കാരണം അതിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സ്റ്റേജ് 3 വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു 180 bhp വണ്ടി പുഷ് ചെയ്യുന്നുണ്ട്. 290 Nm ടോർക്കും വണ്ടി ഇപ്പോൾ പുഷ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പവർഫുള്ളാണ്, നല്ല പവർഫുൾ ആയിട്ട് വണ്ടിയാണ് ഇപ്പോൾ. എന്തായിരുന്നു ഇത് ഫസ്റ്റ് വന്നത് സ്റ്റേജ് 3 പുഷ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വന്ന ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു ബ്രോ പ്രിപ്പയർ ചെയ്തത്? ചലഞ്ചസ് എന്ന് പറയുമ്പോൾ ടേബോ സ്യൂട്ടാക്കുക എന്നുള്ളത് തന്നെ ഒരു ചലഞ്ചായിരുന്നു. കാരണം ഇതിന് ഡയറക്റ്റ് ഫിറ്റ് അല്ല ഈ ടേബോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരുപാട് R&D അതിൻ്റെ പിന്നിൽ ചെയ്യേണ്ട വന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇതിൻ്റെ ഹാർഡ്വെയർ പാർട്ടിലേക്ക് നമ്മളെല്ലാം മെക്കാനിക്കലി ഉള്ളതും ഹാർഡ്വെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ R&D ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്പെക്കിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വണ്ടി. അപ്പോൾ കറൻ്റ് ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേജ്. അതെ. ഓക്കെ, നമുക്കൊന്ന് എഞ്ചിൻ ബേ കണ്ടാലോ? കാണാം. എഞ്ചിൻ ബേയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കറൻ്റ് എന്തൊക്കെയാണ്? എഞ്ചിൻ ബേയിലേക്ക് വരുമ്പോൾ കറൻ്റ് നമ്മൾ ടേബോ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെമി കോൾഡ് എയർ ഇൻടേക്കാണ് BMCയുടെ ഡൈയാണ് വെച്ചിരിക്കുന്നത്. അതിന് കസ്റ്റം പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ OEM ഇതിൽ പൈപ്പിംഗ് ഒന്നും ഇതിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് കാരണം നമ്മൾ കസ്റ്റമായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വേറെ പൈപ്പിംഗ് ചെയ്തിരിക്കുകയാണ്. മാപ്പ് സെൻസറൊക്കെ അതിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ബേയിൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്ന മാറ്റങ്ങൾ. സ്റ്റേജ് 3 പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയുണ്ട് വണ്ടി? ഒരു മോൺസ്റ്റർ സ്പെക്ക് തന്നെയാണ്. പക്ക സ്ലീപ്പറാണ് വണ്ടി. കാരണം വൺസ് ടെർബോ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മാഡായിട്ട് പുള്ള് ചെയ്യും. കാരണം ഏതൊരു വണ്ടീനെ നമുക്ക് അത്യാവശ്യം ഒരു BM-നെയോ ഒക്കെ വേണം നമുക്ക് അത്യാവശ്യം പോയി പിടിക്കാവുന്ന ഒരു കണ്ടീഷനാണ്. സ്മോക്ക് ചെയ്ത് കളയാൻ പറ്റുന്നല്ല, ഒപ്പം പിടിക്കാം. ഒരു 530 ഒക്കെ ആയിട്ട് നമ്മൾ പിടിച്ചു നോക്കുമ്പോഴും ഒരു ബിലോ 150 പുള്ള് ചെയ്യുമ്പോൾ 150 കിലോമീറ്ററിന് ബിലോ ഒക്കെ ആണെങ്കിൽ ഒപ്പം ഏകദേശം ഒരുപോലെ ഒരുമിച്ച് പോകുന്ന ഒരു സ്പെക്കിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 530 കയറി പോകും. ഒബ്വിയസ്ലി ലിമിറ്റഡ് ആണ്, അതിന് കുറച്ചുകൂടി വലിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വട്ടം എന്തായാലും കോമ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഈ പ്രാവശ്യം ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് അല്ല ഈ പ്രാവശ്യം. കുറച്ചും കൂടിയും കാര്യങ്ങൾ ടെസ്റ്റ് റണ്ണും കാര്യങ്ങളെല്ലാം ഫുള്ളി ഇപ്പം കഴിഞ്ഞായിരുന്നോ? ഏതാ ടെസ്റ്റ് റണ്ണും കാര്യങ്ങളും? ടെസ്റ്റ് റണ്ണൊക്കെ കഴിഞ്ഞിരുന്നു. 7 seconds ആണ് 0 to 100 ചെയ്യുന്നത്. 0 to 100 ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡ്രാഗ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ടൈമിംഗ് ആണ്. ഡൈനോ റൺ ചെയ്തായിരുന്നോ? ഡൈനോ റൺ ചെയ്തിട്ടില്ല. ഡൈനോ റൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്തായാലും ആക്ച്വൽ ഫിഗേഴ്സ് നമുക്ക് ഇപ്പോൾ ആദ്യം സമയം കഴിയുമ്പോഴത്തേക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ ബ്രോ, അപ്പം ഫസ്റ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കുറേ ട്രയൽ ആൻഡ് എറേഴ്സ് നടത്തിയിട്ടുണ്ടായിരിക്കണമല്ലോ. അതെ. അപ്പം കറക്റ്റ് ഇപ്പോൾ ഒരു കോസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് കട്ട് വരുന്നത്? പുതിയ ഒരാൾ വരികയാണെങ്കിൽ നമുക്കൊരു 2.5 lakhs ഒക്കെ ഏകദേശം അപ്രോക്സിമേറ്റ് കോസ്റ്റിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റേജ് 3 ഡയറക്റ്റ് ബിൽഡ് ചെയ്യാം. അതിൽ എക്സോസ്റ്റ് ഉണ്ടാവും, ഇൻടേക്ക് ഉണ്ടാവും, അതിൻ്റെ പൈപ്പിംഗ്. ഓക്കെ, ഈ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കോസ്റ്റ് കട്ട് എങ്ങനെയാണ് വരുന്നത്? ഏതാ ഓരോരോ പാർട്സിൻ്റെ ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്? പാർട്സിൽ ഇതിലിപ്പോൾ പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ വീൽസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്, ഇൻടേക്ക്, ലോറിംഗ് സ്പ്രിങ്സ് ചെയ്തിട്ടുണ്ട്. ബ്രേക്സ് ഇപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ കറൻ്റ്ലി പാഡ് മാത്രമേ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ഒരു 288 mm-ൻ്റെ റോട്ടറിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള പ്ലാനിലാണ്. അലോയ്സിലേക്ക് വരുമ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ എത്രയായിരുന്നു? അലോയ്സ് സ്റ്റാൻസിൻ്റെ SF03 ആണ് വീൽ കിടക്കുന്നത്. ഇതിലിപ്പോൾ കോസ്റ്റ് പറഞ്ഞത് 90K ആണ്. 90,000. ലൈറ്റ് വെയിറ്റ് വീൽസ് ആണ്, റോട്ടറി ഫോർജ്ഡ് ആണ്. ഓക്കെ, ടയേഴ്സ് വന്നിട്ട് മിഷ്ലിൻ്റെ പ്രിമസി 4, അത് ഏകദേശം ഒരു 11,000 rupees അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എസ്തെറ്റിക് പരമായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എസ്തെറ്റിക് പരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സ്പോയിലേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ബാറ്റ്മാൻ സ്പോയിലർ, പിന്നെ ലോറിംഗ് സ്പ്രിങ്സ് ഉണ്ട്. ബ്രോ, അപ്പോൾ ടെയിൽ ലൈറ്റ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലേ? ടെയിൽ ലൈറ്റ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഒക്കെ എത്രയാണ് വരുന്നത്? അത് ഏകദേശം ഒരു 14.5 ഒക്കെയാണ് വരുന്നത് ടെയിൽ ലൈറ്റ്സിന്. സ്പോയിലേഴ്സിനൊക്കെ എത്രയാണ് വരുന്നത് റേറ്റിംഗ്? സ്പോയിലേഴ്സ് അപ്രോക്സിമേറ്റ്ലി ഒരു 5.5, പിന്നെ 3 ഫിൻ ആണെങ്കിൽ ഒരു 6,000, പിന്നെ അസറ്റിക്കലി പറയുകയാണെങ്കിൽ ആ അക്രോബോയ്ക്കിൻ്റെ ടിപ്പ് ഉണ്ട്, ഓക്കെ, അതൊരു 7,000 റേഞ്ചിൽ വരുന്നത്. അത്രയുമാണ് നമ്മൾ പുറകിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ മിറർ ക്യാപ്പ് വെച്ചിട്ടുണ്ട്, അതൊരു 3,500. ABS ആണല്ലോ, അത് ABS തന്നെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വിത്ത് പെയിന്റിങ് ചാർജസും കൂടെ ആണോ? അതെ, പെയിന്റോട് കൂടിയിട്ടാണ് അത് വരുന്നത്. ഓക്കെ, ഫൈൻ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്രിൽസ് ആണ് മാറിയിട്ടുള്ളത്, 6 ലൈൻ്റെ ഗ്രില്ലാണ് വെച്ചിരിക്കുന്നത്. അതൊരു 5,000 റേഞ്ചിലാണ് വരുന്നത്. 5,000 റേഞ്ചിൽ? അതെ. വേറെ നമ്മൾ എസ്തെറ്റിക് ആയിട്ടൊന്നും നോക്കിയിട്ടൊന്നുമില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വീൽസ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബൾബ്സ് ഒക്കെ അപ്ഗ്രേഡഡ് ആണ്, ഫിലിപ്സിൻ്റെ ബൾബ്സ് ആണ് കിടക്കുന്നത്. ഓക്കെ, ഏകദേശം ഒരു 7,000 ആണ് ഒരു പെയറിന് വരുന്നത്. സ്റ്റേജ് 3ലേക്ക് എത്തിയിട്ട് ഇപ്പോൾ ഓടിക്കാൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഓടിക്കാൻ അതിപ്പോൾ കാണിച്ചു തരാം. ഇത്രയും പവർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ പുഷ് ചെയ്യാം. ഏകദേശം 180 bhp ആണ് ഒരു പറയുന്ന ക്ലെയിം. ഡൈനോ ചെയ്ത് നോക്കിയാൽ എക്സാക്ട് ഫിഗേഴ്സ് അറിയുള്ളൂ. ഇതൊരു 220 വരെ പുഷ് ചെയ്യാൻ പറ്റും. ട്രാക്കിലേക്കൊക്കെ പോവുകയാണെങ്കിൽ 220 വരെ പുഷ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവരുടെ സൈഡിൽ നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അപ്രോച്ച്? സ്റ്റേജ് 3 ബിൽഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ വെനത്തിന്റെ കേരള ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ജ്യോതിർ. അപ്പോൾ ഫസ്റ്റ് ബിൽഡ് ആയതുകൊണ്ട് അവർ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റേജ് 3 ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ആയിട്ടുണ്ടായിരുന്നോ? കോംപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ടെർബോ മാച്ച് ചെയ്തെടുക്കാനായിട്ട് ഇതിന് കറക്റ്റ് സ്യൂട്ടായിട്ടൊരു ടെർബോ അല്ല അത്. അപ്പോൾ അതൊന്ന് സ്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് R&D ചെയ്യേണ്ട വന്നിരുന്നു. ഓക്കെ, പിന്നെ ഇതിന് കുറച്ച് ഓയിൽ ലൈൻസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. നമ്മളത് പാർട്സ് വേറെ സോഴ്സ് ചെയ്യേണ്ടി വന്നു. അതിനൊക്കെ ആയിട്ടാണ് നമുക്ക് കുറച്ച് സമയം എടുത്തത്. പക്ഷേ ഇനിയൊരു ബിൽഡ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് ചെയ്തതിന്റെ ഡിഫിക്കൽട്ടീസ് ആയിരുന്നു. ടോട്ടൽ ഇപ്പോൾ എത്ര നാളെടുത്തത് ഒരു ബിൽഡായി വരാൻ? ഒരു 1 മന്തിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് എടുത്തു. ഇനിയൊരു ബിൽഡ് വരികയാണെങ്കിൽ നമുക്കൊരു 2 വീക്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത്രയും വരില്ല, 1 വീക്കൊക്കെ മതി. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വീക്കൊക്കെ മതി. നമുക്കിതിപ്പോൾ പതുക്കെ ഓടിക്കാനായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നോർമലി ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയാണ്. സ്ഥിരമായിട്ട് ബാംഗ്ലൂർ, കണ്ണൂർ, ബാംഗ്ലൂർ, അതുപോലെ മംഗലാപുരം, കൊച്ചി ഒക്കെ വന്നു പോകുന്നുണ്ട്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻറ്റും ആണ്. ഇപ്പോൾ സ്റ്റേജ് 2-നായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, എന്നാലും ഇപ്പോൾ എത്ര അപ്രോക്സിമേറ്റ് കിട്ടുന്നുണ്ട്? നമുക്കൊരു 10 എന്തായാലും കിട്ടും. ഓണറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബ്രോ സാറ്റിസ്ഫൈഡ് ആണോ? തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഹൈബ്രിഡ് ടർബോ നമുക്ക് അത്രയും കോസ്റ്റ് ആയതുകൊണ്ടാണ് ഒരു ഇതായിട്ട് തോന്നിയത്. ചെയ്യാൻ ഒരു എന്താ പറയുക, അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു ഇതിലോട്ട് തോന്നി. പക്ഷെ അന്നേരമാണ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഇതിൽ ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, റിസ്ക് എടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചോട്. അപ്പോൾ എനിക്കെന്തായാലും ക്രേസ് ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഇതുവരെ ആരും ചെയ്തിട്ടും ഇല്ല കേരളത്തിൽ. പുറത്തൊക്കെ ഓരോ ആൾക്കാരും ഇതുപോലെ ചെയ്തിട്ട് കണ്ടു, വേറെ സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ട്. അവരൊക്കെ ഹൈബ്രിഡ് ടർബോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ടർബോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, റിസ്ക് എടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാനത് ഓക്കെ പറഞ്ഞു. പിന്നെ എല്ലാം ബാക്കി പുള്ളി തന്നെ എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് തന്നു. അവസാനം ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി വന്നപ്പോൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പവറിൻ്റെ നല്ല രീതിക്ക് മാറ്റമുണ്ട്, ഒരുവിധം എഫിഷ്യൻസി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഡെയിലി യൂസിനും നല്ലതാണ്. മെയിനായിട്ട് നമ്മളത് ട്രാക്കിലേക്ക് എന്നുള്ള പോലെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഡെയിലി ഓടിച്ചുകൊണ്ട് നടക്കാനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എത്ര ഉള്ളായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു കേശവ് ബ്രോ, ഓടി വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നേനെ. ഓക്കെ, അപ്പം ബ്രോ താങ്ക് യു. എന്തായാലും സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ എക്സ്പ്രഷനും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയാം. സീരിയസ്ലി ഇത് മസ്റ്റായി. ഇപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ബട്ട് ഇറ്റ് ഈസ് ഗുഡ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.